പണമില്ല, രാഷ്ട്രീയമില്ല, മതമില്ല, അങ്ങനെ ഒരു വ്യത്യസ്തമായ ഗ്രാമം. ഇതൊരു ഗ്രാമം മാത്രമല്ല, പല രാജ്യത്തു നിന്നുള്ള ആളുകൾ പുതിയൊരു ജീവിത രീതിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്നതിൻ്റെ ഒരു പരീക്ഷണശാല കൂടിയാണ്. ഇന്ന് യാത്രയുടെ 7ാമത്തെ ദിവസം. വേളാങ്കണ്ണിയിൽ നിന്ന് നേരെ പോണ്ടിച്ചേരിയിലേക്കാണ് പോയത്. രാത്രിയിലെത്തിയതുകൊണ്ട് ഞാൻ താമസിച്ചിരുന്ന റൂം കാണിക്കാൻ പറ്റിയില്ല. ഇവിടെയാണ് ഇന്നലെ ഞാൻ സ്റ്റേ ചെയ്തത്. ഇത് മലയാളിയുടെ ഒരു ഹോം സ്റ്റേ ആണ്. നമ്മൾ ഈ പോണ്ടിച്ചേരി എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്രോളിനും മദ്യത്തിനും ഒക്കെ വില കുറവുള്ള ഒരു സ്ഥലം എന്നൊക്കെയാണ് മനസ്സിൽ ഓടി വരുന്നത്. എന്നാൽ ഇവിടെ മറ്റൊരു സ്വർഗമുണ്ട്. ഓറോവിൽ. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് ഒരു 1.5 കിലോമീറ്റർ മാത്രമാണ് അങ്ങോട്ടുള്ള ദൂരം. ഞാൻ രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ നേരെ അങ്ങോട്ടേക്ക് പോയി. ഒരു കാലത്ത് ഇവിടം വറ്റി വരണ്ട മരുഭൂമി പോലെയുള്ള ഒരു പ്രദേശമായിരുന്നു. കാറ്റും ചൂടും ഒക്കെ കൂടുതലുള്ള ഈ ഒരു മണ്ണിൽ കൃഷിക്ക് വലിയ സാധ്യതകളില്ലായിരുന്നതുകൊണ്ട് ഇവിടുത്തെ നാട്ടുകാർ പോലും കൃഷിക്ക് പറ്റാത്ത സ്ഥലമാണെന്ന് പറഞ്ഞ് ഉപേക്ഷിക്കപ്പെട്ട ഒരു ഭൂമിയാണ്. 1960കളിൽ ഓറോവിൽ സ്വീകരിച്ചതിന് ശേഷമാണ് ഈ ഒരു കാടും പച്ചപ്പൊക്കെ ആയത്. ഓറോവില്ലിലേക്ക് പുറത്തു നിന്നുള്ളവർക്ക് രാവിലെ 8 മണിക്ക് ശേഷമാണ് അകത്തേക്ക് പ്രവേശനം. ഞാൻ അവിടെ എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എൻട്രി ടിക്കറ്റും എടുത്ത് അകത്ത് കയറി. ഇങ്ങോട്ടുള്ള ടിക്കറ്റ് തികച്ചും സൗജന്യമാണ്. ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ഇവിടെ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ കണ്ടു. ഇവിടെ ഓറോവില്ലിൻ്റെ മിനിയേച്ചർ, അതിൻ്റെ ചരിത്രം അടങ്ങുന്ന കുറേ ചുവർ ചിത്രങ്ങൾ. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ ഒരുപാട് റെസ്റ്റോറൻറ്റുകളും ടീ ഷോപ്പുകളും ഒക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റ് വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ. എല്ലാത്തിനും സ്വല്പം വില കൂടുതലാണ്, പക്ഷേ അതിനെല്ലാം ഒരു ക്വാളിറ്റി ഉണ്ട്. ഇവിടെ വേറൊരു കടയിലാണെങ്കിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ റീസൈക്കിൾ ചെയ്തിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും ഒരു വെറൈറ്റി ഫീല് തോന്നുന്നുണ്ട്. ഇതിൽ പലതും നമ്മൾ ഉപേക്ഷിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന കക്ക വെച്ചിട്ട് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഷോപ്പിൻ്റെ ഒരു വോളാണെങ്കിൽ നമ്മളൊക്കെ ഉപേക്ഷിച്ച് കളയുന്ന ബിയർ കുപ്പി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഉപേക്ഷിച്ച് കളയുന്ന ജീൻസുകളൊക്കെ വെച്ച് തോൾസഞ്ചി, അങ്ങനെ പലതരം സാധനങ്ങൾ. ഇതുപോലെയുള്ള കച്ചവടങ്ങളൊക്കെയാണ് ഈ ഒരു വില്ലേജിന്റെ വരുമാനം. ഇവിടെ ഇതിനെ മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത്. മെയിൻ്റനൻസിന് മുകളിൽ വരുന്ന അധിക ലാഭം ഈ ഒരു ഗ്രാമത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായിട്ട് ഓറോവില്ലിന് നൽകും. ഓറോവില്ലിലെ കച്ചവടവും വരുമാനവും ഒക്കെ വ്യക്തിപരമായ ലാഭത്തിനേക്കാൾ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും നടത്തിപ്പിനുമാണ് ഉപയോഗിക്കുന്നത്. മനുഷ്യൻ ഒറ്റയ്ക്കല്ല, ഒന്നിച്ചാണ് വളരേണ്ടത് എന്ന സന്ദേശം ലോകത്തിന് നൽകുന്ന ഒരു ജീവിത പരീക്ഷണശാല കൂടിയാണ് ഓറോവിൽ. പ്രകൃതിയോടൊപ്പം ഒരുമിച്ച് ജീവിക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ ഒരു ജീവിത രീതി കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. സൗരോർജ്ജം ഉപയോഗിക്കുക, മഴവെള്ളം ശേഖരിക്കുക, പ്ലാസ്റ്റിക് കുറയ്ക്കുക, ഓർഗാനിക് കൃഷി നടത്തുക തുടങ്ങിയ പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. സ്വയം പര്യാപ്തതയാണ് ഇവിടുത്തെ ഓരോരുത്തരുടെയും ലക്ഷ്യം. ഓറോവില്ലയുടെ നടുക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മാത്രി മന്ദിർ, അതാണ് ഈ ഒരു സമൂഹത്തിന്റെ ആത്മീയ കേന്ദ്രം. ഇവിടുന്ന് ഞാൻ നേരെ അങ്ങോട്ടേക്കാണ് പോയത്. വളരെ ദൂരെ നിന്ന് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. സാധാരണ ടൂറിസ്റ്റുകൾക്ക് ഇതിനകത്തേക്ക് പ്രവേശനമില്ല. പകരം ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അകത്തേക്കുള്ള പ്രവേശനത്തിന് പ്രത്യേക അനുമതി വേണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈലിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും അവിടെ താമസിക്കാനും ആഗ്രഹിക്കുന്നവർക്ക് വോളണ്ടിയറിംഗ് വഴി അവസരം ലഭിക്കും. അതുമല്ലെങ്കിൽ അവരുടെ ഒരു വർക്ക്ഷോപ്പ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. യോഗ, ധ്യാനം, ഓർഗാനിക് ഫാമിംഗ്, അങ്ങനെ അവരുടെ സമൂഹത്തിൽ വിവിധ മേഖലകളിൽ സഹായം ചെയ്തുകൊണ്ട് അവിടുത്തെ ജീവിത രീതി നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു ദിവസത്തെ യാത്ര വഴി മാതൃമന്ദിരിന്റെ സൗന്ദര്യം നേരിട്ട് കാണാനും വർക്ക്ഷോപ്പുകളിൽ പങ്കെടുക്കാനും സാധിക്കും. സാധാരണ ഇവിടെ വരുന്നവരെല്ലാവരും തന്നെ ഈ കാണുന്ന വ്യൂ പോയിന്റിൽ നിന്നിട്ടാണ് കാണാറുള്ളത്. ഇനി അടുത്ത തവണ വരുമ്പോൾ വേണം ഇവരോടൊപ്പം ഒരു ദിവസം കഴിയാൻ. അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്കെല്ലാം ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട്. ഇവരുടെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കൂടുതലും വിൽക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരികെ റൂമിലേക്ക് പോയി. ഞാൻ താമസിക്കുന്ന ഹോം സ്റ്റേയിൽ നിന്ന് വൈകുന്നേരം മഡ് ബാത്തിന് പോകാമെന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തിരികെ റൂമിലെത്തിയിട്ട് അവരുമായിട്ട് നേരെ മഡ് ബാത്തിന് പോയി. ഇവർക്ക് മാത്രം അറിയാവുന്ന ഒരു റൂട്ടാണ്.
അങ്ങനെ ഞങ്ങൾ കാടിനകത്തുള്ള ഒരു ചെളിവെള്ളത്തിലെ കുളിയും കഴിഞ്ഞ് തിരികെ റൂമിലെത്തി. ഇനി നാളെ രാവിലെ യാത്രകളൊക്കെ മതിയാക്കി തിരികെ വീട്ടിലേക്ക്. എൻ്റെ തിരിച്ചു മടക്കം മുൻകൂട്ടി തീരുമാനിച്ചിട്ടുള്ള മറ്റൊരു യാത്രയുടെ തുടക്കത്തിന് വേണ്ടിയാണ്.